അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ ഖമീർ ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണ്. സാധാരണ ഇത് റംസാൻ ടൈമിലാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോ റംസാൻ വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഖമീർ ഞാൻ ചിക്കൻ കറിയുടെ കൂടാണ് സെർവ് ചെയ്യുന്നത്. ഇനിയിപ്പോ ചിക്കൻ കറി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് സ്നാക്സ് ആയിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഡിഷാണ്. അപ്പൊ നമുക്ക് ഖമീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ്. ഈ ഇളം ചൂടുവെള്ളമാണെങ്കിൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിന്റെ ചൂട് കൂടരുത്. വെള്ളത്തിന്റെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പൊങ്ങാനായിട്ട് അടച്ചിട്ട് മാറ്റി വെക്കണം. അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ എടുത്തത്. കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇത് ആക്റ്റീവായിട്ട് വന്നത്. അപ്പം ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് വലിയൊരു ബൗൾ എടുക്കണം. ഈ ബൗളിലേക്ക് ഈ ആക്റ്റീവായിരിക്കുന്ന ഈസ്റ്റിന്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിച്ച പാലല്ല, വാം മിൽക്കാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. ഈ വാം മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഈ ഈസ്റ്റിന്റെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ നോക്കണം പാകത്തിനുള്ള ഉപ്പുണ്ടോയെന്ന്. ഉപ്പില്ലെങ്കിൽ ഈ മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കരുത്, മറ്റേത് ഓയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കാരണം ഇതൊരു അറബിക് ഡിഷ് അല്ലേ, അപ്പോൾ അതിൽ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കിനി 2 കപ്പ് മൈദാമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ട് കുഴച്ചു കൊടുക്കാം. നമുക്ക് 1 കപ്പ് കുറേശ്ശെ ഇട്ടിട്ട് വേണം അടുത്ത കപ്പ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കുക. അപ്പം നമ്മളിത് നോക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനുള്ളത്. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഞാൻ 1 കപ്പും കൂടി എടുക്കാണ്. കുഴച്ച് വരുമ്പോൾ സ്റ്റിക്കി പോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദാമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി 1/2 കപ്പ് മൈദാമാവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു അളവിൽ 2.5 കപ്പ് മൈദാമാവാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കുഴച്ചു കൊടുക്കണം. ഒരുപാട് സ്റ്റിക്കി പരുവാകരുത്. ഒരുപാട് സ്റ്റിക്കി പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പം ഇങ്ങനെ സ്റ്റിക്കി പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ മൈദയ്ക്ക് പകരം ഇപ്പോൾ മൈദ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഗോതമ്പ് മാവിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മുട്ട ചേർക്കണമെന്നും നിർബന്ധമില്ല. ഇതൊരു അറബിക് ഡിഷ് ആയതുകൊണ്ട് തന്നെ അവർ ഇതുണ്ടാക്കുന്നത് മൈദാമാവിലാണ്. ഇതിലേക്ക് മുട്ടയും ചേർക്കുന്നുണ്ട്. അല്ലാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം മൈദയും മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് ഗോതമ്പ് മാവിലും ഇതൊന്ന് ട്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിക്കി ആയിരിക്കുന്ന പരുവത്തിൽ നമുക്ക് കുറച്ച് മൈദാമാവ് കൂടി ഇതിലേക്ക് തട്ടിയിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവാണ് ചേർത്തത്. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം.
ഇതിവിടെ ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കറുത്ത എള്ളാണ് നമ്മൾ ഈ ഖമീറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ കറുത്ത എള്ള് ഇങ്ങനെ ഇട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചു കൊടുക്കണം. എപ്പോഴും ഹെൽത്തിന് വളരെ നല്ല ഒരിതാണ് കറുത്ത എള്ളെന്ന് പറയുന്നത്. എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി. ഇനി ഈ മാവ് നമ്മൾ വച്ചിരുന്നിട്ട് ഇത് ഡബിൾ സൈസ് ആവും. ഇവിടെ ഞാൻ എള്ള് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. കണ്ടോ, ഇതാണ് ഈ മാവിൻ്റെ ഒരു പരുവം. ഇനി ഇത് ഈ ബൗളിലേക്ക് വെച്ചിട്ട് ഈ പാത്രം മൂടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഈ 1 മണിക്കൂർ കൊണ്ട് ഈ മാവ് ഡബിളായി കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ഖമീർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി കാണിച്ചു തരാം. നമ്മൾ കുഴച്ച് വെച്ചതിൽ നിന്നും ഡബിളായി വന്നിട്ടുണ്ട് ഈ മാവ്. കണ്ടോ, ഇനി നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ അതങ്ങ് താന്ന് പൊക്കോളും. ഇനി ഞാനിത് പരത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഓയിലിൽ കൈ ഒന്ന് തടവിയ ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുക്കാം. കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ എടുക്കണം. ഇനി നമ്മൾ ഈ പരത്തേണ്ട ബോർഡിലും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. സ്റ്റിക്കായി ഇരിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഇതിലേക്ക് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം. റോളർ പിന്നിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് കനം കുറയ്ക്കുകയും വേണ്ട. ഒരു മീഡിയം സൈസിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെന്ററിൽ നിന്ന് 2ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഖമീർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസിൽ പരത്തിയിട്ട് ഇതിനെ 4ആക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടാക്കി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ റൗണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായെന്നറിയാൻ കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് മാവും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗം വേഗത്തില്ല. ഒരു സൈഡ് ഇതുപോലെ റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. സാധാരണ നമ്മൾ ഈ ഖമീർ ചിക്കനിന്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ചിക്കനും ഖമീറും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ചിക്കൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഖമീർ വെറുതെയും നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതൊട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അറബിക് ഡിഷായ ഖമീർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. ഞാനിത് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി ഞാൻ ഇതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആണ് ഈ ഖമീർ. കണ്ടോ, ബ്രെഡ് പോലെയാണ് ഇതിന്റെ ഉൾഭാഗം ഇരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്.
അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.